ജോസിനായിട്ട് നല്ലൊരു പണി ആവപ്പിച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് വേണോ? വേണം. ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം. വാ കാണിച്ചു തരാം. ഞാൻ 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ ആദ്യം പോകുന്ന 2-3 സ്ഥലങ്ങളുണ്ട്. അതൊന്ന് പാലക്കാടത്തെ മുൻ MLA ഓഫീസായിരിക്കും. DCC ഓഫീസിൽ ഞാൻ പോകും. ലീഗിന്റെ ഓഫീസിൽ ഞാൻ പോകും. UDF-ന്റേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് പൊളിച്ച് കളയാനാണ് സാധ്യത. ഇന്ന് നേതാവിന്റെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു. റിസൾട്ട് അറിഞ്ഞതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പൗരൻ എന്നുള്ള രീതിയിൽ ഏതൊരാൾക്കും കയറി ചെല്ലാവുന്ന ഓഫീസാണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ കണ്ടോൺമെന്റ് ഓഫീസ്. ഇനി ഒരു 10 മിനിറ്റ് അപ്പോയിന്റ്മെന്റ് വേണം. പ്രതിപക്ഷ നേതാവായി തുടരുകയാണെങ്കിൽ 24-ാം തീയതി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ 2019 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ചു. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 ഞങ്ങൾ 3-ാം സ്ഥാനത്തായിരുന്നു. വട്ടിയൂർക്കാവ് MLA MP ആയതിൻ്റെ ഭാഗമായി ഉപതെരഞ്ഞെടുപ്പ് നടന്നതുപോലെ തന്നെ പാലക്കാട് MLA MP ആയതിൻ്റെ ഭാഗമായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൻ്റെ വേർഷൻ 2 ആയി പാലക്കാട് മാറി. വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. 10 തലയായവന്. വായുവിൽ എഴുതി കൂട്ടുന്ന കണക്കല്ല ഇടതുപക്ഷത്തിന്റെ കണക്ക്. വിജയാഹ്ലാദ ഗാനമൊക്കെ ഇറക്കി വെച്ചവര് ഇന്ന് രാത്രി തന്നെ കേട്ട് ആസ്വദിക്കുക. മാത്തൂരിലെയും കണ്ണാടിയിലെയും റൗണ്ട് നമ്പർ 11, 12, 13 ഈ റൗണ്ടുകൾ എണ്ണിത്തീരുമ്പോൾ മിനിമം 4000 മുതൽ 6000 വരെ വോട്ടുകൾക്ക് ഇടതുപക്ഷം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന് കേരളത്തിനെ സജ്ജമാക്കുകയാണ് പാലക്കാട്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി. ഒരുപാട് പേർ കൂടുതൽ വന്നാൽ ഈ പറയുന്ന വോട്ടിന്റെ എണ്ണവും കൂടുകയായിരിക്കും. അശോകനെ ഇടവും വലവും അനങ്ങാൻ വയ്യാത്ത രീതി തളച്ചിട്ടിരിക്കുക എന്റെ മോൻ. അങ്ങനെ തന്നെ വേണം. ജോ ജോസഫ് മത്സരിച്ചപ്പോ റഹീമൊക്കെ എത്ര ആവേശത്തോടെ ആ മുദ്രാവാക്യം വിളിച്ച് താങ്കൾ ഓർമ്മയുണ്ടോ ആ വിഷ്വൽസ് ഒക്കെ? ജോറാണേ ജോറാണേ ജോ ജോസഫ് ജോറാണേ. എങ്ങോട്ട് പോയി ആ ജോറൊക്കെ? ഇപ്പൊ പാലക്കാട് നമ്മൾ വീണ്ടും വിളിക്കും. എന്താണ്? ജോറാണേ ജോറാണേ സരിൻ ജോറാണേന്ന്. പക്ഷെ 23-ാം തീയതി വോട്ടെണ്ണുമ്പോ 8 നില പൊട്ടും. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാകാം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടം വിജയിക്കുകയാണ്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. ഇവന് ഇതൊക്കെ പറയുവാ. മതി ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താൽ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. പറഞ്ഞു പറ്റിക്കൽ അവസാനിച്ചു എന്നുള്ളത് ജനങ്ങൾ ഏകദേശം 5-8 ദിവസങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒക്കെയായി നടക്കേണ്ടുന്ന പല നാടകങ്ങൾക്കും അവസരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഇല്ല എന്നാണ് ആ ജനവിധി. അതുകൊണ്ട് തന്നെ പൂർണ്ണമാവുകയാണ്. നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം പാലക്കാടൻ ജനതയാണ് താരമെന്ന് നാളെ 11 മണിയാവുമ്പോഴേക്കും കേരളം വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാകും. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. എന്നാ ഇന്നത്തെ ഭൂതല സംപ്രേഷണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു.